ആരംഭം ആദ്യം അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് തമിഴ്നാട്ടിലും ആരംഭിച്ചു. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ച പുരോഗമിക്കുകയാണ്. CPIM, CPI, മുസ്ലിം ലീഗ് തുടങ്ങി 4 കക്ഷികളുമായി ചർച്ചകൾ പൂർത്തിയാക്കിയെങ്കിലും കോൺഗ്രസുമായി ചർച്ചകൾ പൂർത്തിയാക്കാൻ DMKക്ക് സാധിച്ചിട്ടില്ല. 7 സീറ്റ് കോൺഗ്രസിന് നൽകാൻ കഴിയൂ എന്ന നിലപാടിലാണ് DMK. സൗത്ത് ചെന്നൈയോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ആണ് മക്കൾ നീതിമയം നേതാവ് കമൽ ഹസൻ അവകാശപ്പെടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും ER രാകേഷ് ആണ് ചേരുന്നത്. രാകേഷ്, ഈ കോയമ്പത്തൂർ സീറ്റ് എന്നത് CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് വിട്ടു നൽകിയാൽ CPIM എവിടെ മത്സരിക്കും എന്ന ചോദ്യമുണ്ട്. കമൽ ഹസന്റെ മത്സര സാധ്യത എത്രത്തോളമാണ്? അഭിലാഷ്, ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് തമിഴ്നാട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ 39-ൽ 38 സീറ്റും വിജയിച്ചത് ഇന്ത്യ മുന്നണിയായിരുന്നു. ഒരു സീറ്റിൽ മാത്രമാണ് അന്ന് AIADMKക്ക് NDA സഖ്യത്തിന് വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണയും വലിയ പ്രതീക്ഷ ഏതായാലും DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി അവിടെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും സീറ്റ് നിർണയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ 6 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. ഇന്നലെ നടന്ന ചർച്ചകളിലാണ് CPMഉം CPIയുമായി ഒരു ധാരണയിലേക്ക് DMK നേതൃത്വം എത്തിയത്. അതായത് 2 സീറ്റുകളിൽ ഇരു പാർട്ടികളും മത്സരിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. 2019-ൽ CPM മത്സരിച്ചത് കോയമ്പത്തൂരിലും മധുരയിലുമായിരുന്നു. ഈ 2 സീറ്റിലും വിജയിക്കുകയും ചെയ്തു. CPI മത്സരിച്ചതും സമാനമായ രീതിയിൽ 2 സീറ്റുകളായിരുന്നു. ഒന്ന് തിരുപ്പൂർ, മറ്റൊന്ന് നാഗപട്ടണം. ഇവിടെയും CPIയും വിജയിക്കുകയും ചെയ്തു. എന്നാൽ പ്രഖ്യാപനം ഔദ്യോഗികമായി വരാത്തത് ചില സീറ്റുകൾ ഏതെന്ന കാര്യത്തിൽ ചില തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് മക്കൾ നീതിമയം നേതാവ് കമൽഹാസൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അങ്ങനെ കമൽഹാസൻ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോയമ്പത്തൂർ. അപ്പോൾ കോയമ്പത്തൂർ സീറ്റ് പരമ്പരാഗതമായി CPMന് ശക്തിയുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മാത്രമല്ല, മുൻപും പലപ്പോഴും CPM ആ സീറ്റിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് ആദ്യഘട്ട ചർച്ചയിൽ തന്നെ DMKയുടെ നേതാക്കളുമായി, പ്രത്യേകിച്ച് TR ബാലു ആണ് ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. TR ബാലുവും അടക്കമുള്ള നേതാക്കളുമായി CPM നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റുകൾ ഏതെന്ന കാര്യത്തിൽ പ്രഖ്യാപനം ഇതുവരെ വരാത്തത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, അതായത് സൗത്ത് ചെന്നൈ മണ്ഡലമാണ് ഇപ്പോൾ കമൽഹാസൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സൗത്ത് ചെന്നൈയുടെ പ്രത്യേകത, അത് DMKയുടെ സിറ്റിംഗ് സീറ്റാണ്. തമിഴച്ചി തങ്കപാണ്ഡ്യനാണ് അവിടുത്തെ നിലവിലുള്ള MP. അപ്പോൾ സ്വാഭാവികമായും ആ സീറ്റ് ആവശ്യപ്പെടുമ്പോൾ ഒറ്റ തവണ മത്സരിച്ച MPയെ മറ്റൊരു സീറ്റ് നൽകേണ്ടി വരും. അത്തരമൊരു സാഹചര്യങ്ങൾ കൂടിയെല്ലാം DMK പരിഗണിക്കുന്നുണ്ട്. ഏതായാലും 2 സീറ്റുകളാണ് കമൽഹാസനായി പ്രഥമ പരിഗണനയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം സൗത്ത് ചെന്നൈ, മറ്റൊന്ന് കോയമ്പത്തൂർ. കോയമ്പത്തൂരിന്റെ പ്രത്യേകത, കഴിഞ്ഞ തവണ മക്കൾ നീതിമയം സ്ഥാനാർത്ഥി ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 75,000-ലധികം വോട്ടുകൾ നേടിയിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിൽ 1500-ൽ താഴെ മാത്രം വോട്ടുകൾക്കാണ് നിയമസഭയിലേക്ക് പരാജയപ്പെട്ടത്. BJP സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നിൽ കോൺഗ്രസിന് മുൻപിലായി കമൽഹാസൻ എത്തുകയും ചെയ്തു. അപ്പോൾ കമൽഹാസന് കോയമ്പത്തൂർ മേഖലയിൽ സ്വാധീനമുണ്ട്. അതാണ് ആ സീറ്റ് നൽകാമെന്നൊരു നിലപാടിലേക്ക് DMK എത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും കമൽഹാസൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് സൗത്ത് ചെന്നൈ മണ്ഡലത്തിനാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അതിന് കൂടെ കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസുമായുള്ള ചർച്ചകളിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടില്ല DMK. കഴിഞ്ഞ തവണ കോൺഗ്രസ് 9 സീറ്റിൽ മത്സരിച്ചു, 8 സീറ്റിൽ വിജയിച്ചു. പക്ഷേ DMK ഇത്തവണ ഏതായാലും കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത് 9 സീറ്റുകൾ നൽകാൻ കഴിയില്ല, പരമാവധി 7 സീറ്റ് എന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അത് കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും വീണ്ടും ചർച്ചയുണ്ട്. നാളെയാണ്, ഞായറാഴ്ചയാണ് കോൺഗ്രസ് നേതാക്കളുമായി വീണ്ടും ചർച്ചകൾക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടുള്ളത് 2 സീറ്റുകളിൽ മാത്രമാണ്. അതൊന്ന് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന രാമനാഥപുരം മണ്ഡലമാണ്. അഭിലാഷ്, തീർച്ചയായും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ DMKക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനം ആണ് തമിഴ്നാട്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ MPമാരെ ലോക്സഭയിലേക്ക് അയക്കാൻ പറ്റുന്ന 39 സീറ്റുകൾ ഉള്ള സംസ്ഥാനത്ത് പട്ടിക പരിശോധിച്ചാൽ ഇന്ത്യയിലെ തന്നെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ നിന്ന് ഏറ്റവും അധികം ഇന്ത്യ മുന്നണി MPമാരെ പാർലമെന്റിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് DMKയുടെ ശ്രമം. അതിൻ്റെ ചർച്ചകൾ ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.